അന്താരാഷ്ട്ര രാഷ്ട്രീയം പലപ്പോഴും ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലും ഉടമ്പടികളിലുമാണ് കേന്ദ്രീകരിക്കാറ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ബഹുരാഷ്ട്ര ഉച്ചകോടിയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ഒരു ചെറിയ നീക്കം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. അമേരിക്കൻ പ്രോട്ടോകോൾ മേധാവി മോണിക്ക ക്രൗളിയെ പതിവ് ഹസ്തദാനത്തിന് പകരം കൂപ്പുകൈകളോടെ നമസ്തേ എന്ന് അഭിവാദ്യം ചെയ്ത ആ നിമിഷം ആഗോള നയതന്ത്രത്തിൽ വ്യക്തിബന്ധങ്ങളും സാംസ്കാരിക സ്വാധീനങ്ങളും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് അടിവരയിടുന്നു. ഈ സംഭവം കേവലം ഒരു അഭിവാദ്യത്തിൽ ഒതുങ്ങുന്നില്ല. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും നരേന്ദ്രമോദിയുമായി ജോർജിയ മെലോണിക്കുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന്റെയും പ്രതിഫലനമാണ്. രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് പതിവുമാണ്. എന്നാൽ മോദിയും മെലോണിയും തമ്മിലുള്ള സൗഹൃദം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. മെലോഡി എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഇവരുടെ ചിത്രങ്ങൾ കേവലം ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കപ്പുറം ഊഷ്മളമായൊരു സൗഹൃദം അവർക്കിടയിൽ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു. G20 ഉച്ചകോടിക്കിടെയുള്ള അവരുടെ ചിത്രങ്ങൾ മെലോണി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതും അതിന് രസകരമായ അടിക്കുറിപ്പുകൾ നൽകിയതും ഈ ബന്ധം എത്രത്തോളം ഊഷ്മളമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മെലോണിയുടെ നമസ്തേ എന്ന അഭിവാദ്യം ഈ സൗഹൃദത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക അടയാളമായ നമസ്തേ അവർ സ്വന്തം പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തിയെങ്കിലും അതിനർത്ഥം ഇന്ത്യയോടും ഇന്ത്യൻ സംസ്കാരത്തോടും അവർക്ക് വലിയ ആദരവുണ്ടെന്നാണ്. ഇത് ഇറ്റലിക്ക് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ താല്പര്യമുണ്ട് എന്നതിന്റെ സൂചനയായും കണക്കാക്കാം. ഊർജ്ജം, പ്രതിരോധം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണവും പ്രതീക്ഷിക്കാം. യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രധാന ശക്തിയായ ഇറ്റലിക്ക് ഇന്ത്യയുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ആഗോളതലത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ട്രംപ്, സെലൻസ്കി, യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എന്നിവരുമായി നടന്ന കൂടിക്കാഴ്ച യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. ചർച്ചയിൽ മെലോണി തന്റെ നിലപാട് ട്രംപിനോട് വ്യക്തമാക്കിയതും ശ്രദ്ധേയമാണ്. ഞങ്ങൾ യുക്രൈന്റെ പക്ഷത്താണെന്നും സമാധാനം പുലരാൻ എന്റെ പിന്തുണ ഉണ്ടാകുമെന്നും മെലോണി ട്രംപിനോട് പറഞ്ഞു. ട്രംപിന്റെ നയങ്ങൾ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളുമായി യോജിച്ച് പോകുന്നില്ല എന്നുള്ള ഒരു പൊതുധാരണ നിലനിൽക്കെ മെലോണിയുടെ ഈ പ്രസ്താവന ഇറ്റലിയുടെ നിലപാടുകൾക്ക് വ്യക്തതയും നൽകി. ഇതേ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയുടെ വസ്ത്രധാരണത്തിലും ഒരു നയതന്ത്രപരമായ മാറ്റം പ്രകടമായിരുന്നു. യുദ്ധം ആരംഭിച്ച ശേഷം സെലൻസ്കി പൊതുവേദികളിൽ സൈനിക വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇത് യുക്രൈന്റെ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായും കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ കറുത്ത സ്യൂട്ട് ശൈലിയിലുള്ള ജാക്കറ്റും ഷർട്ടും ധരിച്ചാണ് അദ്ദേഹം വന്നത്. ടൈ ഒഴിവാക്കിയെങ്കിലും ഈ വസ്ത്രധാരണം അദ്ദേഹത്തിന്റെ മുൻ രൂപത്തിൽ നിന്ന് വലിയ മാറ്റമായിരുന്നു. ഇത് യുദ്ധഭൂമിയിൽ സൈനിക നിലപാടുകളിൽ നിന്ന് നയതന്ത്രപരമായ ഒരു സമാധാന ചർച്ചയിലേക്ക് മാറാൻ യുക്രൈൻ തയ്യാറാണെന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. നമസ്തേ എന്നത് കേവലം ഒരു വാക്കു മാത്രമല്ല, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള തത്വചിന്തയെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. എന്റെ ഉള്ളിലെ ദിവ്യത്വം നിങ്ങളുടെ ഉള്ളിലെ ദിവ്യത്വത്തെ ആദരിക്കുന്നു എന്നൊരു ആത്മീയ അർത്ഥം കൂടി ഇതിനുണ്ട്. ഈ അഭിവാദ്യം ഹസ്തദാനത്തെക്കാൾ സാംസ്കാരികമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുന്ന ഒന്നായി ലോകം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. മെലോണിയെ പോലുള്ള ലോക നേതാക്കൾ ഇത് തിരഞ്ഞെടുക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിനുള്ള സ്വീകാര്യതയുടെ തെളിവാണ്. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനവും ഈ പ്രതിഭാസത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. മോദിയും മെലോണിയും തമ്മിലുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. ഇത്തരം വൈറൽ നിമിഷങ്ങൾ പരമ്പരാഗത നയതന്ത്ര ചട്ടക്കൂടുകൾക്ക് പുറത്തുള്ള ഒരു പൊതുജന നയതന്ത്രത്തിന് വഴിയൊരുക്കുന്നു. ഇത് യുവതലമുറയും സാധാരണക്കാരെയും രാഷ്ട്രീയ നയതന്ത്രപരവുമായ വിഷയങ്ങളിലേക്ക് ആകർഷിക്കാനും സഹായിക്കുന്നുണ്ട്. മെലോണിയുടെ ഈ നമസ്തയും അതിനോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളും സൂചിപ്പിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വ്യക്തിബന്ധങ്ങൾക്കും സംസ്കാരങ്ങൾക്കുമുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു എന്നാണ്. രാജ്യങ്ങൾ പരസ്പരം അടുക്കുന്നത് കേവലം സാമ്പത്തിക സൈനിക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വ്യക്തിപരമായ സൗഹൃദങ്ങളും സാംസ്കാരിക വിനിമയങ്ങളും ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. യുക്രൈൻ വിഷയത്തിലെ നയതന്ത്ര ചർച്ചകൾ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോൾ അവിടെ മെലോണി, ട്രംപ്, സെലൻസ്കി തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യം പ്രാധാന്യമർഹിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറ്റലിക്ക് താല്പര്യമുണ്ടെന്ന് മെലോണി വ്യക്തമാക്കിയപ്പോൾ ട്രംപിന്റെ ഇടപെടലുകൾ യുദ്ധത്തിന് അന്ത്യം കുറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പുതിയ ഊർജവും നൽകുന്നു. ഒറ്റ നോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തരം സംഭവങ്ങൾ ലോകം ഒരു പുതിയ നയതന്ത്ര യുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സൂചനകളാണ്. പരമ്പരാഗതമായ അധികാര ഘടനകൾ മാറുകയും വ്യക്തിപരമായ ബന്ധങ്ങളും സാംസ്കാരിക വിനിമയങ്ങളും നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഒരു ലോകം. അവിടെ മെലോണിയുടെ നമസ്തേ കേവലം ഒരു അഭിവാദ്യത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതിന്റെ പ്രതീകമായി മാറുന്നു.